ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ ഫുട്ബോൾ 2025 നമുക്ക് കൊണാമി ഒരുപാട് നോമിനേറ്റ് കോൺട്രാക്ട് പാക്സ് കൊണ്ടുതന്നിട്ടുണ്ട്. അതിൽ നല്ല അഭിപ്രായം കിട്ടിയ പാക്സ് ഉണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് എടുത്ത ഒരു നോമിനേറ്റ് കോൺട്രാക്ട് പാക്ക് എന്ന് പറയുന്നത് ഈ ഒരു കോൺഷ്യസാവിൻ്റെ എന്തോ ലീനിയേജോ ഹെറിറ്റേജോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഈ ഒരു പാക്ക് വന്നിരിക്കുന്നത്. യെസ്, ലെഗസി ഓഫ് ലെജൻസ്, അതായത് ലെജൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ മക്കളുടെ ആ ഒരു തീമിനാണ് ഈ ഒരു പാക്ക് വന്നിട്ടുള്ളത്. കോൺഷ്യസാവ് മാത്രമല്ല, നമ്മുടെ മാൽഡിനി തുറാമിൻ്റെ ഒക്കെ കാർഡ് ഈ പാക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാർഡ് തന്നെയാണ് ഈ കോൺഷ്യസാവിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എർത്ത് മൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കിൽ വന്നിട്ടുള്ള ഈ ഒരു അഡമ ഒനാനയാണ്. ഈ പാക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഈ കാർഡ് അങ്ങനെ കളിപ്പിച്ചിട്ടില്ല, കാരണം എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാച്ച് പാസിൽ നമ്മുടെ ചൗമിനിയുടെ ഈ ഒരു ഹൈലൈറ്റ് കാർഡ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത്രയും നല്ല പെർഫോമൻസ് തരുന്നൊരു കാർഡാണ് ചൗമിനിൻ്റെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് വന്ന പാക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ പീസ് എന്ന് പറയുന്ന ഈ നമ്പർ 10 പ്ലേയേഴ്സിൻ്റെ ഒരു പാക്കായിട്ടാണ് വന്നിട്ട് അതിലുള്ള ഈ മുദ്രിക്കിൻ്റെ കാർഡ് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. അധികം കളിപ്പിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കിട്ടിലും പെർഫോമൻസ് ആണ്. പിന്നെ സ്റ്റാറ്റ്സൊക്കെ അത്ര വലിയ ഇതൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ഇമ്പാക്റ്റ് തരാൻ പറ്റിയ കാർഡ് തന്നെയാണ്. അതുകൂടാതെ ഞാൻ പലർക്കും ആ സമയത്ത് റെക്കമെൻഡ് ചെയ്തൊരു കാർഡും കൂടെയാണ് ഈ മത്യാസ് കുഞ്ഞയുടെ ഈ ഒരു ഡീപ്പ് ലൈൻ ഫോർവേഡിൻ്റെ കാർഡ്. വളരെ നല്ല പെർഫോമൻസ് ആണ്, ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാർഡ് കൂടെയാണ് മത്യാസ് കുഞ്ഞയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ് സീസൺ MVP എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഇതിൽ ഗ്രാവൻബർഗിൻ്റെ കാർഡ് വരുന്നുണ്ട്, അതേപോലെ പെഡ്രിൻ്റെ കാർഡ് വരുന്നുണ്ട്. രണ്ടും ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ഇതിൽ പെഡ്രിയുടെ കാർഡ് എന്ന് പറയുന്നത് 100 റേറ്റഡ് പോകുന്ന ഒരു കാർഡും കൂടിയാണ്. ഓൺലൈൻ മാച്ചസ് ആയാലും നല്ലൊരു പെർഫോമൻസ് ഈ കാർഡ് തരുന്നുണ്ട്. അപ്പോൾ പലരുടെയും സ്ക്വാഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ഈ ഒരു ഡെഹയുടെ കാർഡ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തന്നിട്ടുള്ള ഒരു കാർഡാണ്. ഈ റേറ്റിംഗ് ആകെ 98 അങ്ങനെ എന്തോ വരുന്നുള്ളൂ, എന്നാലും നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കൂലിബാലിയുടെ കാർഡ്. ഇതിൻ്റെ കൂടെ ഒരു വന്ന പാക്ക് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ ആ പാക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിലുള്ള പ്ലേയേഴ്സിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കാർഡ് AFC ചാമ്പ്യൻഷിപ്പിൻ്റെ ഈ ഒരു നോമിനേറ്റിംഗ് പാക്കിൽ നിന്ന് ഈ ഒരു കാർഡ് ഞാൻ സെലക്ട് ചെയ്തത്. നല്ല പെർഫോമൻസ് ആണ്, ഇപ്പോഴും മെയിൻ സ്ക്വാഡിലിട്ട് കളിപ്പിക്കുന്ന ആൾക്കാർ കൂടിയുള്ളൊരു കാർഡാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഞാൻ വേറെയും കാർഡ് ഇട്ട് എടുത്തിട്ടുണ്ട്, അതൊന്നും വലിയ റെലവൻ്റ് ആയിട്ടുള്ള കാർഡൊന്നുമല്ല. അതിന് ശേഷം വന്ന നോമിനേറ്റ് കോൺട്രാക്ട് പാക്കിലാണെന്ന് തോന്നുന്നു ഈ ഒരു ഡഗ്ലസ് കോസ്റ്റയുടെ കാർഡ് വന്നത്. അതും തരക്കേടില്ലാത്ത പെർഫോമൻസിന് പറയാൻ പറ്റൂ, എന്നാലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ജോൺ ഡ്യൂറാൻ്റെ കാർഡിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനധികം കളിപ്പിച്ചിട്ടില്ല, അധികം എന്നല്ല തീരെ കളിപ്പിച്ചിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എൻ്റെ സ്ക്വാഡിൽ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഗ്രിമാൾഡോയുടെ ഈ ഒരു കാർഡാണ്. ഇത് വന്ന പാക്കിൻ്റെ പേര് എനിക്കറിയില്ല. ആർട്ട് ഓഫ് പാസിംഗ് എന്ന് പറയുന്നത് ഇതിൽ തന്നെയാണ് തോന്നുന്നത്. ഹാരിക്കിനും പിന്നെ അങ്ങനെ 1-2 നല്ല കാർഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്ക്വാഡിൽ വേണ്ടുന്ന ഒരു കാർഡ് എന്ന് വെച്ചിട്ട് ഞാൻ ഈ കാർഡാണ് സെലക്ട് ചെയ്ത്. അത് കഴിഞ്ഞാൽ ഈ ഒരു ബ്രദേഴ്സിൻ്റെ ആയിട്ടുള്ള കാർഡ് വന്നിട്ടുണ്ടായിരുന്നു, ഈ മാക്കലിസ്റ്ററും ടിംബറും. അതുപോലെ മാച്ച് പാസിൽ നമ്മുടെ ബെല്ലിംഗാമൊക്കെ വന്നിട്ടുള്ള പാക്കിൽ നിന്ന് ഈ ഒരു ടിംബർ ഞാൻ എടുത്തത്. ഡീസൻറ്റ് പെർഫോമൻസിനെ പറയാൻ പറ്റുള്ളൂ, എന്നാലും തിരക്കില്ലാത്ത രീതിയിൽ ഡിഫെൻസീവ് ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ ഇൻ്റർസെപ്ഷനൊക്കെ ഉള്ള ഒരു കാർഡ് തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാക്കലിസ്റ്ററിൻ്റെ കാർഡ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കളിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്കറിയാലോ വലിയ റേറ്റിംഗ് ഒന്നുമില്ല, അധികം സ്കിൽസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ സ്ക്വാഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അടുത്തത് ഇപ്പോൾ ഈയിടക്ക് വന്നിട്ടുള്ള ഒരു പാക്കാണ് ഈ ഒരു മെലിങ്കോവിച്ച് സാവിക്കിൻ്റെ ഹോൾ പ്ലെയർ കാർഡാണ്. ഞാനധികം കളിപ്പിച്ചില്ല. ഓക്കെ, നമ്മുടെ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് വന്നൊരു കാർഡാണ്. അങ്ങനെ ഒരു നല്ലൊരു കാർഡാണോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ ആദ്യം കളിപ്പിച്ചില്ല, കാരണം ആൾ കുറച്ച് ഹെവി ആയിരുന്നു. പിന്നെ ഞാൻ സ്ക്വാഡിനകത്ത് മാറ്റി, പിന്നെ വേറെ നല്ല കാർഡ് ആ സമയത്ത് കിട്ടിയോണ്ട് അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഏറ്റവും അവസാനം ഇത്തവണ നമുക്ക് വന്നിട്ടില്ല ഈ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു പാക്കിൽ വന്ന് ഈ ഒരു പലീനയുടെ കാർഡാണ്. ഞാൻ നേരത്തെ ഈ കാർഡിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു മിഡ്ഫീൽഡറെക്കാൾ കൂടുതൽ ഒരു സെൻറ്റർ ബാക്ക് ആയിട്ട് ഈ കാർഡിനെ കളിപ്പിക്കാനാണ് താല്പര്യം, കാരണം അത്യാവശ്യം നല്ല സ്കിൽ സെറ്റൊക്കെ ഉള്ള ഒരു കാർഡ് തന്നെയാണ്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇത്തവണ വന്നിട്ടുള്ള നോമിനേറ്റിംഗ് കോൺട്രാക്ട് പാക്ക്.
ഇതിൽ വന്നിട്ടുള്ള ചില നല്ല കാർഡ്സ് ആണ് ഈ ഒരു കൊക്ചുയുടെ ഈ ഒരു ഹൈലൈറ്റ് കാർഡ്, കൂടാതെ ഗ്രീലിഷ്, അതുപോലെ നമ്മുടെ ഒമോ മൊമോഷിൻ്റെയൊക്കെ ഇതൊക്കെ നല്ല പെർഫോമൻസ് വന്നിട്ടുള്ള കാർഡാണ്. സോ ഈ എൻ്റെ ഒരു വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ ഇത്തവണ വന്നിട്ടുള്ള നോമിനേറ്റിംഗ് പാക്സ് അത്ര മോശമല്ല, എന്നാൽ അത്ര മികച്ചതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾക്കറിയാം ഇതിൽ പല കാർഡ്സും 99 അതിൽ താഴെയാണ് റേറ്റിംഗ് വരുന്നത്. 100 വരുന്ന വളരെ ചുരുക്കം കാർഡ്, ഈ നമ്മുടെ പെട്രിയുടെ അങ്ങനെ 1-2 കാർഡുകൾ മാത്രമേ 100 റേറ്റിംഗ് വരുന്നുള്ളൂ. സോ ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാർഡ്സും കളിപ്പിച്ച് നോക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പാക്സ്. എന്നിരുന്നാൽ പോലും ഒരു ബെറ്റർ റേറ്റിംഗ് കൊടുക്കാമായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. സോ ഇനി വരാൻ പോകുന്ന നമ്മുടെ നോമിനേറ്റിംഗ് കോൺടാക്ട് പാക്ക് ഈ കാണുന്നതാണ്. ഇതിൽ എൻ്റെ ചോയ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇനി വരുന്ന നോമിനേറ്റിംഗ് കോൺട്രാക്ട്സ് ഒക്കെ സേവ് ചെയ്ത് വെക്കുക. നല്ല നല്ല പാക്സ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പ്ലെയർ എടുക്കുക, കളിപ്പിക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.